ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാട്ടോ. സോ നമുക്കിന്ന് തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് ഓൺ വന്നിട്ടുണ്ട്. നാഷണൽ സ്റ്റാർ 2010 എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ നമുക്ക് ലൂയിസ് സുവാരസ് ഉണ്ട്, ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് അറ്റാക്കിംഗ് സെർജോന സ്കില്ലായിട്ട്. അതുപോലെ നമ്മുടെ ഷീഷ്നീഗർ ഉണ്ട്, ആള് ഫിനോൽ പാസ് പ്ലസ് ലോങ് റീ ടാക്കിളാണ് വന്നിരിക്കുന്നത്. DF കാർഡാണ് കിടലിനാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഹോസ്റ്റ് ഉണ്ട്. സോ അറിയാലോ 2010 വേൾഡ് കപ്പിൽ ആളുടെ ആ ത്രോ ലൈൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഗോൾ എനിക്ക് എപ്പോഴും ഓർമ്മ അതാട്ടോ ആളെ കുറിച്ച് ഓർക്കുമ്പോൾ. സോ എഡ്ജർ റോസും പ്ലസ് ലോസ് ക്രിയോണാണ് ആൾക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മൂന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. ഇതിൽ ടോപ്പ് കാർഡ് ഏത് വെച്ച് കഴിഞ്ഞാൽ സുവാരസിൻ്റെ തന്നെയാണ്, സുവാരസിൻ്റെ പ്രൈമാണ്. പിന്നെ ഷീഷ്നീഗറും കുഴപ്പമില്ല, കിടിലിനാട്ടോ. സോ നമുക്ക് എന്തായാലും പക്ഷേ ഇന്ന് കറക്കാളത് ഈ പാക്കല്ല. ഇത് കുറേ പേരത്ത് കറക്കണമെന്ന് ചോദിച്ചു, പക്ഷേ ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. എല്ലാവർക്കും വേണ്ടത് വിയേരയും ഡെസേലി അതുപോലെ തന്നെ തുറാമുമാണ്. അപ്പോൾ നമ്മുടെ അബിബ്രോഡ് അക്കൗണ്ടിലാണ് നമ്മൾ സ്പിൻ ചെയ്യാൻ പോണത്. സോ അബിബ്രോയ്ക്കും വേണ്ടത് നമ്മളുടെ ഈ ഫ്രാൻസിൻ്റെ പാക്കാണ്. ഓക്കെ, അപ്പോൾ ആർക്കും അത് വേണ്ട പറഞ്ഞു, അതുകൊണ്ട് കേട്ടോ, വേറെ ഇതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്ന് ആൾക്ക് ഏതെങ്കിലും ഒരു പ്ലേയേഴ്സ് മതി എന്ന് പറഞ്ഞ് എന്തായാലും 3 പേരെയും കിട്ടുമോ നോക്കി നോക്കാം നമുക്ക്. സോ മെയിൻ ടാർഗറ്റ്സ് ഒന്നുമില്ല മൂപ്പര് പറഞ്ഞു ആദ്യത്തെ 3 പേരും കിട്ടിയാൽ കൊള്ളാം, അടിപൊളി കാർഡ്സ് ആണല്ലോ. അപ്പോൾ എന്തായാലും ആളങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തുറാമുണ്ട്, ഡെസേലി ഉണ്ട്, വിയേര ഉണ്ട്. അപ്പോൾ വിയേരനെ ഞാൻ തൊടാം, പിന്നെ തുറാമിനെ തൊടാം, പിന്നെ ഡെസേലിനെ തൊടാം. ഓക്കെ, ബിഗ് ടൈം ഡെസേലിയാണ്. സോ 8560 പോയിട്ടുണ്ട് കേട്ടോ. കിട്ടിയാൽ മതിയായിരുന്നു, കിട്ടുന്ന പ്രതീക്ഷയിൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും. അപ്പോൾ മെയിൻ ടാർഗറ്റ്സ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഫസ്റ്റ് പിങ് കൊടുക്കാം കേട്ടോ, ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം തന്നെ CF ആണ്, കിലിയൻ എംബാപ്പെ ഫ്രം റിയൽ മാഡ്രിഡ്. അപ്പോൾ തുടക്കം തന്നെ എംബാപ്പയുടെ കാർഡ് വെച്ചിട്ട് ഏറ്റവും ഇതുള്ള കാർഡ് ഇതിലത്തെ എന്താ പറയുക. അയ്യോ അബിബ്രോ, താങ്ക് യു ഫോർ ദി അക്കൗണ്ട്. എന്തായാലും എടുത്തു കൊടുക്കുന്നതാണ് പ്രതീക്ഷയ്ക്ക് കൊടുത്താൽ വെച്ചാൽ മതിയായിരുന്നു. വിയേര, ഡെസേലി, തുറാം. അപ്പോൾ നമ്മളിതിൽ സോട്ട് അമർത്തുക, പൊസിഷനാക്കുക. ഓക്കെ, എന്നിട്ട് പൊസിഷനിൽ വിട്ട് പ്ലേയേഴ്സിനെ തൊടുക. പ്ലെയർ വേല വിട്ട് വിയേര തൊടുക, പിന്നെ തുറാമിനെ വിടുക, പിന്നെ നമ്മുടെ ഡെസേലി വിടുക. എന്നിട്ട് ബാക്ക് വരിക. ഇവിടെ നെക്സ്റ്റ് ബിഗ് ടൈം കാർഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. ഓക്കെ, ഇത് ട്രിക്കാന്ന് പറയില്ല ഞാൻ, കാരണം ട്രിക്ക് പറഞ്ഞ സാധനം ഗെയിമില്ല. പിന്നെ ഒരു അന്ധവിശ്വാസത്തിന് അതൊക്കെ അങ്ങനെ നോക്കുന്നു, എന്നിട്ട് ട്രിക്കാന്ന് പറയുന്നു. കിട്ടിയ ബോണസ്, ലെറ്റ്സ് ഗോ. സെക്കൻഡ് സ്പിൻ GK കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ സ്പിന്നിൽ ഇത് ആരാടത്, ലെമൻസോ? ബുട്സ് ആണല്ലോ, കോമോടെ കൂടി കേട്ടോ, കോമോ. അപ്പോൾ അതങ്ങനെ പോയി റിലീസ് ചെയ്തോ, സെറ്റ്. എടാ 2 സ്പിന്നായി ഒന്നും കിട്ടിയില്ലടാ. സോർട്ട് ചെയ്തിട്ടേ ഓവർ റേറ്റിംഗ് തന്നെ ആക്കാം നമുക്ക്. ഓക്കെ, പ്ലെയർ വാല്യൂ നോക്കുമ്പോഴും ഓവർ റേറ്റിംഗ് നോക്കിയാലും കാർഡ് ടൈപ്പ്. ഓക്കെ, സിംഗിളിട്ട് സ്പിൻ ചെയ്യാം. വലിയതൊന്നുമില്ലടാ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, എന്താല്ലാണ്ട് പറയാല്ലേ. എന്നാലും മറ്റേ ബാക്ക് ആരും എന്താ കറക്കാത്ത നിൽക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും ഇത് വെറുത്തായോണ്ടായിരിക്കും മേ ബി. നോക്കാം, വെറുത്തിനുള്ള വെറുത്ത് പറമ്പം കിട്ടിയാൽ മതിയായിരുന്നു. എടാ വീണ്ടും CMF ആണല്ലോ എൻ്റെ പൊന്നേ, തേമ്പോമാർ. $8,500 കോയിൻ ബ്രോ, കിട്ടിയാൽ മതിയായിരുന്നു ഫുള്ള് കേട്ടോ. 5,800 കോയിൻ ഉണ്ട്, ബാക്കി 5,800 കോയിൻ. എന്താണ് കഷ്ടമാണല്ലോ, ഒന്നും കിട്ടിയില്ലെങ്കിൽ നഷ്ടത്തില്ല, അടി കൊള്ളുന്ന ഭാഗമുള്ളൂ, വേറൊന്നുമില്ല. അല്ല ചുമ്മാ പറഞ്ഞാണ്, അതിനായിട്ടല്ലേ പോയി അടി കൊള്ളണ, അല്ലാണ്ട് ഇപ്പം എന്തിനാ പറയാടാ. സോ തുറാം, വിയേര, ഇതിൽ ഒന്നുകൂടി വാല്യൂ ഉള്ളവന്മാർക്ക് തന്നെ വെച്ചാൽ ഒന്നുകൂടിയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉള്ള കാർഡ്സ് ഏത് വെച്ചാൽ തന്നെ ഈ 2 പേരാണ് എല്ലാവരും ആകർഷിപ്പിക്കണത്. ഈ 2 പേരെ തൊട്ട് കറക്കുമ്പോൾ സാധനം കിട്ടും എന്നാണ് ഒരിത്. നോക്കാം. വീണ്ടും ഗോൾ കീപ്പറല്ലടാ വേണ്ടതേ, ഇതാര് സുസൂക്കിയോ? അല്ല, നെറ്റ്സിൻ്റെ ഏതോ ഗോളിയാ. നെറ്റ്സ് ഇത് ഏതാ ടീമിന് റണ്ണേഴ്സ് അല്ലേ? ഏതേലാവട്ടെ. എൻ്റെ പൊന്നേ, അടി 4,900 ഉണ്ട്. എടാ ഒരു കാർഡെങ്കിലും താടാ, തമാശ കളിക്കലടാ, എന്താ അങ്ങനെ? സോട്ട് പൊസിഷൻ ഇടുക, ബാക്ക് വരിക, 900.
നോക്കാം. എന്തത് ഇതെന്തതിക്ക് മനസ്സിലാവണില്ലല്ലോ. മരുന്ന് ചാമ്പിടിക്കരെ കൗളമോനി അല്ലത്. ഭവാനി അടന്ന് ഈ ഭവാനി 4 സ്പിന്നുണ്ട്. ഇനി അതിൽ സാധനം കിട്ടിയില്ലെങ്കിൽ വിഷയം മാറും അണ്ണാ. തമാശ കളിക്കല്ലേ. ഈ വെറുതെ പുസ്തകം ഇട്ടിട്ട് കാര്യമില്ല. കാട്ടയപ്പിനെ കൊടുക്കാം. 3 പേരും ഓരോ വട്ടം തൊടാം. 1 1 1. ഇനി 3 പേരും ഡീറ്റെയിൽസ് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് 1 2 3 പേരെ സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് ഇട്ട് 3 വട്ടം ക്യാൻസൽ നടത്തുക. 1 2 3 കിട്ടുമായിരിക്കും. സമാധാനം, ഒരെണ്ണം കിട്ടി എന്തായാലും. ബാൻഡിറ്റ്സ് എടതാര റൈറ്റിങ് പോയിട്ട് ഇനി അവിടെ പോയിട്ട് നെട്ടലാണ്. നെട്ടിയാൽ മതിയായിരുന്നു കോപ്പ്. നെട്ടിക്കോന്നാവും ഇനി. ആരാ എപ്പിക്കാണ് കേട്ടോ. ബിഗ് ടൈം അല്ല. വിയേര അല്ലെങ്കിൽ എന്തായാലും തുറാമാണ്. സോ ഇറ്റ്സ് വിയേര. അപ്പോൾ വിയേരേനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. വിയേര ബെസ്റ്റ് കാർഡിൻ്റെ പാക്ക് തന്നെയാണ് വിയേര, ഒന്നും പറയാനില്ല. സോ വിയേര ഇൻ ദി ഹൗസ് ഗായ്സ്. വിയേര ഇപ്പോൾ വിയേരേനെ അടിച്ചിട്ടുണ്ട്. സമാധാനം. ഒരു എപ്പിക്ക് എന്തായാലും കിട്ടി. ഒന്നും കിട്ടിയില്ലെങ്കിൽ അതൊരു വേദനയാണ്. തമാശയല്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇവനെയും. ഓക്കെ. ഓക്കെ, ബാക്ക് വരാം. സോ ഇനി നമുക്ക് കിട്ടേണ്ട 2 പേരും ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ട്രെൻഡാക്കാൻ ഈ ട്രിക്ക്. അയ്യോവനല്ല. ട്രിക്കിൻ്റെ ഫ്ലോ പോയി. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ക്യാൻസൽ 900. അപ്പോൾ അത് ട്രിക്കൊന്നല്ല കേട്ടോ. അതൊരു ഗ്ലിച്ചിനെ അടിച്ചു എന്നുള്ളൂ. ഓക്കെ, മെറ്റാറ്റ. എന്നാലും ഞാൻ സാധാരണ പറയില്ല നിങ്ങളുടെ എൻ്റെ കൂട്ടുകാരൻ്റെ അക്കൗണ്ടിൽ കറക്കിയിട്ട് അടിക്കാറുണ്ടെന്ന്. ഇന്നലെ ഓനടിച്ചു. ഇന്നലെ തുറാമിനെ അടിച്ചു, വിയേറിനെ അടിച്ചു. അത് 5000 കോയിനിൽ. 2 എൻ്റെ ടാർഗറ്റ് ആയിരുന്നു. 5000 അല്ല, 3500 കോയിനിൽ തന്നെ അടിച്ചിരിക്കണു. 3 ട്രൈലാട്ടോ. പിന്നെ 2000 വെറുതെ ഡെസയിലേക്ക് വേണ്ടി വെറുതെ കറക്കി കളഞ്ഞു. തള്ളല്ല കേട്ടോ വീഡിയോൻ്റെ അടുത്ത്. നിങ്ങൾ പേടിക്കണ്ട. ഞാൻ എപ്പോൾ പറയുമ്പോൾ തള്ളാന്ന് പറയും. പ്രാവശ്യം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ. അടി ഇവന്മാരെയും കൂടി ഇനി ഒരാളെ കൂടി കിട്ടിയതിന് സന്തോഷമാണ്. കുഴപ്പമില്ല. ഇവനെ കിട്ടിയില്ല എന്നല്ല, എന്നാലും ഇവനെയും കൂടി ഈ 2 പേരിൽ ഒരാളെയും കൂടി കിട്ടിയതിന് അടിപൊളിയായിരിക്കും. ഓക്കെ, എൻഡിങ്ങിനൊട്ട് സുഖം ഉണ്ടാവും. എന്തായാലും 65 പ്ലേസ് ബാക്കിയുണ്ടാവും. ഇപ്പോൾ കിട്ടണത് ഒരു ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, എന്തായാലും കൊടുത്തിട്ടുണ്ട്. വീണ്ടും 900. CMF കാർഡാ. റബ്ബിയോട്ട് പോകുന്നുണ്ട്. അതെ, റബ്ബിയോത്താ. റിലീസ്. ഇനി 100 വെച്ചിട്ടൊന്ന് കൊടുക്കാം ആദ്യം. പോട്ടെ. എടാ നിങ്ങൾ പിന്നെ മറ്റ പാക്ക് ഇറക്കിയെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടോ ആരെ കിട്ടിയെന്നൊക്കെ. ലാസ്റ്റ് 900 പെടക്കിനി. ഒരെണ്ണം കൂടി കിട്ടിയ അടിപൊളി. അവിടെ ഒരെണ്ണം കൂടി നന്നാ മതിയായിരുന്നു. ലാസ്റ്റ് ബ്ലാക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. അതിൽ സന്തോഷമേ ഉള്ളൂ. വീണ്ടും CF ആണല്ലോ. വിൽസൺ. ഇനി ഇതും കൂടി കണ്ടിട്ട് നമുക്ക് 100 പെടയ്ക്കാം. അപ്പോൾ ദിവസം വേറെ പിന്നെ 900 കോയിനുണ്ട്. സോ നമുക്ക് ആ ട്രിക്ക് തന്നെ വീണ്ടും യൂസ് ചെയ്ത് നോക്കാം. ഉള്ളി പോവാം. വേണ്ട പ്ലേസിനെ 2 3 പ്ലെയറും തൊടാം അല്ലേ. 3 1 2 3 1 2 3. നോക്കി പ്ലെയറുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് നോക്കാം. നേരത്തെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ കിട്ടി. ഇനി ഇതിൽ കിട്ടാണ്ടിരിക്കാതില്ലല്ലോ. കിട്ടേണ്ടതാണ്. കിട്ടിയാൽ മതിയായിരുന്നു. ഡീറ്റെയിൽസ് നോക്കാം ജസ്റ്റ്. ഞാൻ ആകെ 10-70 പ്ലേസേ ഉള്ളൂ. അതിൻ്റേതായ ഇതുണ്ടാവും.
ഓക്കെ, ക്യാൻസൽ. 900 ക്യാൻസൽ. 900 ക്യാൻസൽ. 900 നോക്കാം. ഇല്ലടാ, ഇപ്പം തോന്നല്ല. മാറി കത്തിയാൽ പൊളിക്കും. ആകെ വിയേരനെ മാത്രം തന്നു 8,000 കോയിന്. അപ്പോൾ മൂഞ്ചിക്കൽ തന്നെയാണ്. ഓക്കെ, കാരണം ആൾക്കിതിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലെയറെ വേണം എന്നല്ലായിരുന്നു. ആൾക്ക് 3 പേരെയും കിട്ടിയാൽ കൊള്ളായിരുന്നു. പക്ഷെ നമുക്ക് ഒരാളെ എടുത്തു കൊടുക്കാൻ പറ്റിയുള്ളൂ. ആകെ ഐ ആം സോ ഡിസപ്പോയിൻറ്റഡ് ഷ്യൂർലി. 56 പ്ലേയേഴ്സുള്ളൂ ബാക്കി. അതിലാണെങ്കിൽ ആ തുറാമും ഡെസേലും ബെസ്റ്റ് പ്ലെയറായി വെച്ചതിൽ വിയേറിനാണ്, അതൊന്നും സംശയമില്ല. കാരണം അവളുടെ ഫെയിം അങ്ങനെയാണ്. പക്ഷേ തുറാമും ഡെസേലും അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളുടെ സ്കോഡ് ഞാൻ നോക്കട്ടെ. സ്കോഡ് നോക്കിയിട്ടില്ല. സ്കോഡ് കുഴപ്പമൊന്നുമില്ല. എന്നാലും ആളുടേൽ ഓൾറെഡി നല്ലൊരു ഇതുള്ളതാ, ആങ്കർമാൻ ഉള്ളതാടാ. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെയാണ് ആൾ മെയിനായിട്ട്. പിന്നെ ഡെസയിലും തുറാമും വരുന്നത് ഒന്നുകൂടിയും ബെറ്റർ ആയിരുന്നു ആൾക്ക് പറഞ്ഞ പോലെ തന്നെ. ഇനിയിപ്പോൾ ലെക്ക് ഉണ്ടായിരുന്നില്ല. തുറാമിനൊക്കെ എടുക്കാൻ പറ്റിയില്ല, ഡെസേലിന് എടുക്കാൻ പറ്റിയില്ല. പകരം എടുത്തു കൊടുക്കാൻ പറ്റിയത് തന്നെയാണ്. കുഴപ്പമില്ല. അബി ബ്രോ, സോറി ബ്രോ, ഒരെണ്ണം എടുക്കാൻ പറ്റിയുള്ളൂ. എന്തായാലും ഗൈസ് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല ബാക്കി 2 അപ്പോൾ എന്താ പറയുക, ഭാഗ്യമല്ലേ. പിന്നെ ഇതൊക്കെ ഒരു ലെക്കാണ്. നമ്മൾ വെറുതെ കുറേ ട്രിക്ക് മറ്റു പറഞ്ഞിട്ട് അല്ലേ, ലെക്ക് വേണം എന്നാലേ സാധനം കിട്ടുള്ളൂ. ഓക്കെ, ഇത്ര ലെക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും. എന്നാലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ഓസ്കാർ ഉണ്ട്. ഓന് വെറുതെ 100 ഇറക്കിയപ്പോൾ വിയേറെ കിട്ടി. അപ്പം അങ്ങനെ 100 കിട്ടിയ കുറേ പേരുണ്ട്, 200 ഇറക്കിയ കുറേ പേരുണ്ട്, 300 കിട്ടിയ കുറേ പേരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഭാഗ്യമാണ്. യോഗ ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും. ഓക്കെ, എനിക്ക് ആ എംബാപ്പേനൊക്കെ അന്ന് വെറുതെ ഫ്രീ ട്രയൽ കിട്ടിയും കുറവില്ലേ. കഴിഞ്ഞത് എൻ്റെ വണ്ടി അല്ല. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.